ജിബിന്റെ പ്രതിഷേധം ശരി. എന്തായാലും തൈക്കാടാണ് ഗവർണറുടെ ഔദ്യോഗിക പരിപാടിയാണ്. അവിടേക്ക് SFIയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്, കരിങ്കൊടി പ്രതിഷേധമുണ്ട്, വലിയ പോലീസ് സന്നാഹവും എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ എന്തായാലും ഈ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിലമേലിൽ കണ്ടതുപോലെ ഗവർണർ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഇനി തുടർന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നറിയില്ല. ജിബിൻ, എന്തായാലും ഗവർണർ പോയി. പലതരത്തിലുള്ള മുൻകരുതലൊക്കെ തന്നെ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചെന്നെങ്കിലും ആ ഒരു പ്രതിരോധമൊക്കെ കടന്നുകൊണ്ട് ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. പല ഭാഗത്തു നിന്ന് എത്തിയ പ്രവർത്തകരൊക്കെ തന്നെ നേരത്തെ കൂടി തന്നെ കേരള പോലീസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരൊക്കെ തന്നെ ഈ പ്രവർത്തകരെ മാറ്റിയിരുന്നു. പക്ഷേ ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു വന്ന സമയത്ത് തന്നെ കൃത്യമായി പല സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തി ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചു. എല്ലാ പ്രതിഷേധക്കാരെയും അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് പൂർണ്ണമായി പ്രതിഷേധക്കാരെയൊക്കെ തന്നെ ഇപ്പോൾ ഈ പരിസരത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഗവർണർ ഇപ്പോൾ 3 മണിക്കിരുന്ന പരിപാടിക്കാണ് ഈ 3:45 ഗവർണർ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം തന്നെ അദ്ദേഹത്തിന് 5 മണിക്ക് നോട്ടറി ക്ലബിൻ്റെ ഒരു പരിപാടി കൗടിയാറുമുണ്ട്. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് വിമാനമാർഗ്ഗം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ പരിപാടിയൊക്കെ തന്നെ ഉടൻ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതായത് SFIക്ക് ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ എത്തിയ എല്ലാ പ്രവർത്തകരെയും പോലീസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശരി.
തിരുവനന്തപുരത്തും പ്രതിഷേധങ്ങൾ തന്നെയാണ്. തൈക്കാട് SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു, പലതരത്തിലുള്ള വേറിട്ട പ്രതിഷേധങ്ങൾ തൈക്കാട് നടന്നു. പക്ഷേ എന്നാലും ഗവർണർ ആ പരിപാടിയിലേക്ക് കടന്നു. അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും നിലവിലൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കവടിയാറിലും ഗവർണർക്ക് മറ്റൊരു പരിപാടി കൂടി ഉണ്ട് വൈകിട്ട് 5 മണിക്ക്. അവിടെയും ഇനി പ്രതിഷേധ സാധ്യത ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. തൈക്കാട് ഇനി കാര്യങ്ങൾ ഓക്കെ അല്ലേ ജിബൻ? അതെ, തൈക്കാട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഗവർണർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾക്കായി തൈക്കാട് ഗസ്റ്റ് ഹൗസിന്റെ അകത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ട്. ഈ 3 മണിയോട് കൂടി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന പരിപാടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ പോകുന്നത് കവടിയാർ റോട്ടറി ക്ലബിന്റെ ഭാഗമായി നടത്തുന്ന ഒരു പരിപാടിക്കാണ്. ഈ ഒരു പരിപാടിക്കും SFIയുടെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമെന്നും പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും ഒക്കെ തന്നെ അവർ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വിമാനമാർഗം പോകുന്നത്. അതുകൊണ്ടാണ്, അതായത് ഇപ്പോൾ ഈ ഒരു 3:45 കൂടി ആരംഭിച്ച പരിപാടി ഏകദേശം 4:15 കൂടി തന്നെ ഇവിടെ അവസാനിക്കും. ഇതിനുശേഷം അദ്ദേഹം 5 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിക്ക് പോകുന്നു. ഈ ഒരു പരിപാടിക്ക് പോകുന്ന വഴിയിലൊക്കെ തന്നെ SFIയുടെ പ്രതിഷേധമുണ്ടാകും. അതിനുശേഷം, അതായത് ഇന്ന് ഗവർണർ കേരളം വിട്ടു പോകുന്നത് വരെ ഗവർണർക്ക് നേരെ വിവിധ തരത്തിലുള്ള, അതായത് കരിങ്കൊടി മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ടതുപോലെ അദ്ദേഹത്തിന് മോര് കൊടുത്തുകൊണ്ടുള്ള പ്രതിഷേധം, അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിഷേധവുമായി SFI പ്രവർത്തകർ തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്തും അദ്ദേഹത്തെ നേരിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ SFI പ്രവർത്തകരും പറയുന്നത്.